അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമീപം നായ്ക്കർപ്പാടിയിലാണ് ആനകളെത്തിയത്. പുലർച്ചെ 2 മണിയോടെ എത്തിയ കാട്ടാനക്കൂട്ടം 6:30 വരെ സ്ഥലത്ത് തമ്പടിച്ചു. 7 കാട്ടാനകളാണ് പ്രദേശത്തെത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വീണ്ടും അവിടെ ഈ കാട്ടാന ശല്യം ഉണ്ടാകുന്ന സാഹചര്യം, എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ സ്വഭാവമൊക്കെ കാണിക്കുകയുണ്ടായേ ഈ കാട്ടാനക്കൂട്ടം? എന്താണ് വിവരങ്ങൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്? ഈ അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നത് പതിവാവുകയാണ്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമീപം നായ്ക്കർപ്പാടിയിലാണ് ആനകൾ എത്തിയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ എത്തിയ കാട്ടാനക്കൂട്ടം രാവിലെ ഒരു 6:30 വരെ തന്നെ ഈ സ്ഥലത്ത് തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 7ഓളം കാട്ടാനകളാണ് പ്രദേശത്ത് എത്തിയത്. നാട്ടുകാർ ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചും ഒക്കെയാണ് ആനകളെ പിന്നീട് കാട് കയറ്റിയത്. അട്ടപ്പാടിയുടെ തന്നെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ആനകൾ കൂട്ടമായി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ്. വ്യാപകമായി കൃഷിനാശം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പരാതിയായി പറയുന്നത്. മാത്രമല്ല, പലപ്പോഴായി ഈ ഒറ്റയാനായി കൂട്ടമായി വരുമ്പോൾ ആക്രമിക്കുന്നത് കുറവാണെങ്കിലും ഈ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന ആനകൾ വലിയ രീതിയിൽ ആളുകളെ ആക്രമിക്കുന്നു എന്നും നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിനൊക്കെ കാട് കയറ്റുന്നതിന് വനം വകുപ്പോ മറ്റു അധികൃതരും എത്തുന്നില്ല. പലപ്പോഴും നാട്ടുകാർ തന്നെ ഈ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും ഒക്കെ ഇതിനെ കയറ്റേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ അട്ടപ്പാടിയിൽ ഉള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വേനൽ അടുക്കുമ്പോൾ കാട്ടാനകൾ വെള്ളം തേടിയും മറ്റുമൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാറുണ്ടെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നു, കാടിനകത്ത് തന്നെ വെള്ളമൊക്കെ കിട്ടുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും ആനകൾ തുടർച്ചയായി ജനവാസ മേഖലകളിൽ എത്തുന്നത് ഈ കൃഷി ഉൾപ്പെടെ തിന്നു തീർക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തടയുന്നതിന് വേണ്ട നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. ശരി.